ജീവിതം രക്ഷപ്പെടണോ? ഏറ്റവും എളുപ്പമുള്ള ട്രിക്ക് പറഞ്ഞു തരാം. അതിനായി നമുക്ക് ഇന്നു മുതൽ ഓരോ തവളയെ തിന്നാം. അതും കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട തവളയെ പച്ചക്ക് തന്നെ തിന്നാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സ്ഥിരം മദ്യപാനിയായ, ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതിരുന്ന, 17 വർഷത്തോളം വെറും ഒരു കൂലിപ്പണിക്കാനായി കഴിഞ്ഞിരുന്ന എൻ്റെ പഴയ കാലവും ശേഷം എൻ്റെ ജീവിതം മാറ്റിമറിച്ച റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകത്തെക്കുറിച്ചും അതിനു കൂടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തവളയെ തിന്നാൻ തുടങ്ങിയതിനു ശേഷമാണ് ജീവിതം ശരിക്കും ഒരു ഓർഡർ ആയത്. അയ്യേ, തവളയെ തിന്നാനോ? എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് എന്നല്ലേ പറയാം. അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചുണ്ടോ ലോകത്തിലെ അങ്ങേയറ്റത്തുള്ള യുദ്ധത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ നമ്മൾ ഇവിടെ ഇരുന്ന് ഘോരഘോരം പ്രസംഗിച്ചത് കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ടോ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്? ഇതിന്റെ മറുവശം ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നത്തിലോ വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിലോ തൃശ്ശൂർ വെടിക്കെട്ടിലെ അപകടത്തെക്കുറിച്ചോ അമേരിക്കക്കാരോ ഇറാൻകാരോ അവരുടെ നാട്ടിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഇവിടെ വല്ല മാറ്റം ഉണ്ടാകുമോ? ഇല്ല. നെതന്യാഹുവോ ട്രംപോ നിങ്ങളുടെ കമന്റ് കണ്ട് രാജിവെക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചേടാ, പറഞ്ഞു ഇയാൾ എവിടേക്കാ കയറി പോകുന്നത്? ആദ്യം പറഞ്ഞ തവളയെ തിന്നുന്ന കാര്യം പറയൂ. ഇത് കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നല്ലേ ആലോചിക്കുന്നത്? അതെ, നമ്മുടെ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ജീവിതം വിജയിക്കാൻ തവളയെ തിന്നുന്നതിനെ കുറിച്ച് തന്നെ. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വലിയ പ്രശ്നമുണ്ട്. ഒന്നിനും സമയം തികയുന്നില്ല. ഉണർന്ന നേരം മുതൽ പല കാര്യങ്ങളിലായി ബിസി ആയിരുന്നതാണ്. എത്ര പണിയെടുത്താലും പണി തീരുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 100,000 കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷെ രാത്രി കിടക്കാൻ നേരത്തോ പ്രധാനപ്പെട്ട പലതും ബാക്കിയാവും. പിന്നത്തേക്ക് ബാക്കി വെച്ചതാണ് അതിൽ പലതും. പണ്ട് എൻ്റെ അവസ്ഥയും ഇതായിരുന്നു. ഒരു ലക്ഷ്യവുമില്ലാതെ ഓടി നടന്നിരുന്ന ആ പഴയ എന്നെ കൃത്യമായ പ്ലാനിംഗ് ഉള്ള ഈ നിലയിലേക്ക് മാറ്റിയ പുസ്തകമാണ് ബ്രയാൻ ട്രേസിയുടെ ഈറ്റ് ദാറ്റ് ഫ്രോഗ്. അതെ, അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ തവള. ലക്ഷ്യത്തെ തടയുന്ന അലസതയും മടിയും മാറ്റി ഇനിയുള്ള ഓരോ നിമിഷവും ഫ്രൂട്ട്ഫുള്ളായി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ട ക്ലാസിക്കൽ പുസ്തകങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണിത്. ലോകത്ത് 42-ലധികം ഭാഷകൾ മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഈ പുസ്തകം. അപ്പോൾ എന്തായാലും ഇറങ്ങി വാ, നമുക്ക് തവളയെ തിന്നു തുടങ്ങാം. വിഷയത്തിലേക്ക് കടക്കാം. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന പുസ്തകത്തിന്റെ പേര് വരാൻ കാരണമുണ്ട്. അമേരിക്കൻ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു പ്രസിദ്ധമായ കോട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഒരു ജീവനുള്ള തവളയെ തിന്നുകയാണെങ്കിൽ അന്നത്തെ ദിവസം അതിലും മോശമായി ഒന്നും സംഭവിക്കാനില്ല എന്ന സമാധാനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇവിടെ തവള എന്നത് നിങ്ങൾ ചെയ്യാൻ മടിയുള്ള എന്നാൽ ജീവിതത്തിൽ ഏറ്റവും മാറ്റമുണ്ടാകാൻ പോകുന്ന ആ വലിയ ജോലിയാണ്. ഭൂരിഭാഗം പേരും ഏറ്റവും എളുപ്പമുള്ള ജോലി ആദ്യം ചെയ്യും, വിഷമമുള്ളത് പിന്നത്തേക്ക് മാറ്റിവെക്കും. ഈ പുസ്തകം എന്നെ പഠിപ്പിച്ചത് ആ വലിയ തവളയെ രാവിലെ തന്നെ തിന്നാനാണ്. ഞാൻ മുമ്പ് ഈസി ടാസ്ക് ആദ്യം ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഹാർഡായ ടാസ്ക് ആദ്യം ചെയ്ത് ഫിനിഷ് ചെയ്യും. അതിനുശേഷം ദിവസം മുഴുവനും ലൈറ്റായി തോന്നും. അടുത്തത് ക്ലിയർ ഗോളാണ്. എന്തും ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട്, എനിക്കോ സമൂഹത്തിനോ കിട്ടുന്ന ഗുണം എന്താണെന്ന് മുൻകൂട്ടി തന്നെ കാണാൻ കഴിയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രംപിനെയോ നെതന്യാഹുവിനെയോ രാജിവെപ്പിക്കാൻ ഇനിയും സമയം കളയാതിരിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പ്ലാൻ ആണ്. ജീവിതത്തിൽ പ്ലാൻ ഇല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആണ്. നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ എഴുതി വെക്കുക. ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ABCD മെത്തേഡ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ജോലികളെ 5ആയി തരംതിരിക്കുക. A ഒരിക്കലും Bയുടെ സമയത്തേക്ക് മാറ്റി വരരുത്. എപ്പോഴും ഓർക്കുക, ഈറ്റ് ദ ബിഗ്ഗസ്റ്റ് ഫ്രോഗ് ഫസ്റ്റ്. നിങ്ങൾ 2 തവളകളെ തിന്നാനുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലുതും വൃത്തികെട്ടതുമായ തവളയെ ആദ്യം തിന്നുക. അത്ര തന്നെ. അതായത് ഏറ്റവും പ്രയാസമുള്ള ജോലി ആദ്യം തീർക്കുക. അത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. പുസ്തകം പറയുന്ന മറ്റൊരു പ്രധാന തത്വമാണ് 80-20 യൂണിവേഴ്സൽ തിയറി. അതായത് നമ്മൾ ദിവസവും ചെയ്യുന്ന 10 ജോലികളിൽ 2 എണ്ണം മാത്രമായിരിക്കും നമുക്ക് വലിയ ഫലം തരുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ മാത്രം ഏതാണെന്ന് കണ്ടെത്തി അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബാക്കി 8 എണ്ണം വെറും സമയം കളയുന്നവയായിരിക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അപ്രധാനമായ കാര്യങ്ങൾ മാറ്റിവെക്കാൻ പഠിക്കുക. നിങ്ങളുടെ വളർച്ചയെ ബാധിക്കാത്ത കാര്യങ്ങളെ മനഃപൂർവ്വം മാറ്റിവെക്കുന്നത് ഒരു നല്ല ശീലമാണ്. മടി മാറാൻ പുസ്തകം ചർച്ച ചെയ്യുന്ന അടുത്ത ഒരു രീതിയാണ് സലാമി സ്ലൈസ് രീതി. ഒരു വലിയ ജോലിയെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. അപ്പോൾ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഓരോ ചെറിയ ഭാഗവും തീർക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടും. അങ്ങനെ വലിയ മലയും നമുക്ക് കയറി തീർക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സാങ്കേതിക വിദ്യയെ നമ്മുടെ അടിമയാക്കുക എന്നതാണ്. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നമ്മൾ അവയെ നമ്മുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത എന്നാൽ നിങ്ങളെ പിടിച്ചിരുത്തുന്ന സമയകൊല്ലികളായ സോഷ്യൽ മീഡിയ, റീൽസ്, പോസ്റ്റുകൾ ഇവ സ്കിപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇങ്ങനെ മടിമാറാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള ആർക്കും സാധിക്കുന്ന 21 പ്രായോഗിക വഴികൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. ബിസിനസ്സുകാർക്കും വിദ്യാർത്ഥികൾക്കും ജോലിഭാരം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും എന്ന് വേണ്ട സമൂഹത്തിലെ ഏത് മേഖലയിലുള്ളവർക്കും ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, സാധാരണക്കാരായി എനിക്ക് സാധിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നേക്കാളും 10 ഇരട്ടി വിജയിക്കാൻ സാധിക്കും. അപ്പോഴെങ്ങനെ? ഇന്നു മുതൽ തുടങ്ങിയല്ലേ? ഈ നിമിഷം മുതൽ മാറാൻ തയ്യാറാവുകയല്ലേ? പുസ്തകത്തിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മാറ്റം നേരിട്ട് അറിയുക.
ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം പച്ചക്ക് തിന്നാൻ പോകുന്ന ആ തവള ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.